പ്രോമെട്രിക് എക്സാം നിർബന്ധിതമാണോ ആകാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, കാരണം അത് നിർബന്ധിതമാണിപ്പോൾ. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പം നാളെ ഒരു ഹോസ്പിറ്റലുകാരോ ക്ലിനിക്കുകാരോ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ പ്രോമെട്രിക് എക്സാം പാസ്സാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല, നിങ്ങൾ ഇങ്ങോട്ട് കയറി പോരെ, നിങ്ങൾ എക്സാം എഴുതണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ സാലറി തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ വിസ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിച്ചോ. നിങ്ങൾ പോയി എക്സാം പാസ്സാകാതെ അവിടെ വർക്ക് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് വന്ന് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരിക്കലും വാലിഡ് അല്ല. കാരണം ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങളവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ പിന്നീട് എവിടെയെങ്കിലും പോകാൻ വേണ്ടി നോക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒരിക്കലും ഡാറ്റ ഫ്ലോ ക്ലിയർ ആകത്തില്ല. അതുകൊണ്ട് യാതൊരു യൂസും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, പ്രോമെട്രിക് പരീക്ഷ നിർബന്ധിതമാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് നിർബന്ധിതം തന്നെയാണ്. ഇനിയിപ്പോൾ ഇവർക്കത് വേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു യൂസും എക്സാം പാസ്സാകാതെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോമെട്രിക് പരീക്ഷയുടെ വിജയ ശതമാനത്തിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോയെന്ന്. അത് കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ കാര്യങ്ങളിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോമെട്രിക് പരീക്ഷയിലും ചിലപ്പോൾ ഫ്യൂച്ചറിൽ പാസിംഗ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലോ ക്വസ്റ്റ്യൻ നമ്പേഴ്സിൻ്റെ കാര്യത്തിലോ വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്.